ഇവിടെ ഇപ്പോൾ ഉള്ള MLA 2 പ്രാവശ്യം പൊതുജനം തിരഞ്ഞെടുത്ത അവരെ MLA ആക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോ ഇന്നത്തെ കേരളഭൂമിയിൽ ഒരു സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്, 4 പേജ് അല്ലെ, ഞാനിവിടെ കൊണ്ടുവന്ന വികസനങ്ങൾ 1678 കോടി. എന്നിട്ട് അത് കുറെ പടങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇട്ട് കിഫ്ബിയിൽ നിന്ന് 1100 കോടി, ബാക്കിയല്ല MLAP ഫണ്ടിൽ നിന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതും സംസ്ഥാന വികസന ഫണ്ടിൽ നിന്നും ഒക്കെ. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 7 വർഷം കൊണ്ട് കിഫ്ബി 1100 കോടി രൂപ ഒരു MP കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ 140 നിയോജക മണ്ഡലങ്ങളിലെ CPM MLA-മാര് 91 മറ്റോ ഉണ്ട്, അവർക്ക് എത്ര കോടി രൂപയായിരിക്കും കിഫ്ബി കൊടുത്തിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. അവരെല്ലാരും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ കിഫ്ബിക്ക് ഈ 10,000 കോടി രൂപ എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്? എന്തിനാണ് കിഫ്ബി ഇത്രയും പൈസ MP-മാർക്ക് കൊടുക്കുന്നത്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എവിടെ നിന്ന് കിഫ്ബിക്ക് ഇത്രയധികം പൈസ? കിഫ്ബിക്ക് യാതൊരു തരത്തിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല, അവർക്ക് കടം എടുക്കാനുള്ള കഴിവേ ഉള്ളൂ. കിഫ്ബി എന്ന് പറയുന്നത് പണം കായ്ക്കുന്ന മരമൊന്നുമല്ല. സർക്കാർ കടമെടുത്ത് കടപ്പത്രം ഇറക്കാനുള്ള കടത്തിനേക്കാളും കൂടുതൽ കടമെടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ RBI പറഞ്ഞു നിങ്ങൾക്ക് ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത് തന്നെ. കിഫ്ബി വഴി കടമെടുക്കാൻ പറ്റും, കൂടുതൽ പണം. കാരണം ബോർഡാണ്, ഇപ്പൊ അത് പ്രൈവറ്റ് ഒരു PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ ഒരു സ്റ്റാറ്റസ് വരുമ്പോൾ സർക്കാർ സാക്ഷനോടുകൂടി കിഫ്ബിക്ക് ഗോൾഡ് ലോൺ എടുക്കാം. അങ്ങനെയാണ് മസാല ബോണ്ടും അതുപോലെയുള്ള ബോണ്ടുകളും ഒക്കെ തുടങ്ങിയത്. അവര് പോലും ഇപ്പൊ കടക്കടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ 60,000 കോടി രൂപ ആരാ കൊടുക്കുന്നത്? സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോകുന്നതാണോ കിഫ്ബി കൊടുക്കുന്നതാണോ? അപ്പൊ ഇതെല്ലാം കൂടെ കടക്കടിയിൽ മുങ്ങി നിന്നിട്ട് എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം ഇത്രയും കോടി രൂപയുടെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊന്ന് അന്വേഷണ വിധേയമാക്കണം. കൂടാതെ ആ MLA പറഞ്ഞിരിക്കുന്ന LDF-ന്റെ MLA പറഞ്ഞിരിക്കുന്ന മറ്റു പദ്ധതികൾ എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ്. കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള റോഡ് ഫണ്ട്, റോഡിന്റെ സ്മാർട്ട് റോഡ് പദ്ധതിയും നഗര വികസനവും ആ പദ്ധതിയും അതുപോലെ കെട്ടിട നിർമ്മാണ ഫണ്ടും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള എല്ലാ ഫണ്ടുകളും എടുത്ത് ഉപയോഗിച്ചിട്ട് അത് ഞാൻ കൊണ്ടുവന്ന ഫണ്ടാണ് എന്ന് ആർക്ക് പറയാൻ സാധിക്കും? അപ്പൊ അത് എല്ലാവരും ചെയ്യുന്നതല്ലേ. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു MLA ഇരിക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് ഇതുപോലെ കിട്ടുമ്പോൾ ഒരു MP-ക്ക് ഒരു MLA-ക്ക് ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു വർഷം കിട്ടാവുന്ന ആകെ തുക 5 കോടി രൂപയുടെ ഒരു പ്ലാൻ ഫണ്ട് കിട്ടും. ഒരു 7-8 കോടി രൂപ, ചിലപ്പോൾ 12 കോടി വരെ പോകും കേന്ദ്ര ഫണ്ടും കിട്ടും. അങ്ങനെ ഒരു 7 വർഷം കണക്കാക്കി നോക്കിയാൽ കിട്ടുന്ന തുക മാത്രമേ ആണ് ഉപയോഗിച്ചിട്ടുള്ളൂ.